അപ്പോൾ ഇവിടെ എത്തി. ഇനി ഇതിൻ്റെ അകത്ത് പോയി കണ്ടിട്ട് വരാം. ഇതാ ഈ കാണുന്നത് മ്യൂസിയം, ഇത് കോളേജും കാര്യങ്ങളിലൊക്കെ. മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മ്യൂസിയം ഏതൊക്കെ ഇംഗ്ലീഷ് സിനിമകളുണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല, കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതായിരുന്നു. പക്ഷേ അമ്മേ മഴ കാരണം നേരെയാന്ന് തോന്നുന്നു. മഴ കാരണം നമുക്ക് ഈ ജാക്കറ്റ് പോലും ഊരാൻ പറ്റുന്നില്ല, നല്ല തണുക്കുന്നുണ്ട്. സംഭവം കൊള്ളാം. നേരിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമ്മൾ പെയിൻറ്റഡ് ഹാള് കണ്ടുപിടിച്ചു, അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കയറിയിട്ട് ഇവരിങ്ങനെ ഒരു കയ്യിലൊരു സംഭവമൊക്കെ അടിച്ചെന്ന്. നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് എന്തുവാണല്ലോ ഇവിടെ മീഡിയ അതൊന്നും പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവരൊരു മാപ്പ് പോലെ കൈ തന്നിട്ടുണ്ട് നമുക്ക് വഴി ഇതിനകത്ത് സംഭവങ്ങളൊക്കെ അറിയാനായിട്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഇതാണോ മാപ്പ്? ഇതിൽ ഫുൾ സംഭവമുണ്ട്. വഴി തെറ്റാതിരിക്കാം. നമുക്ക് വഴി തെറ്റുന്ന അവർക്ക് നേരത്തെ അറിയാൻ തോന്നും. ഇങ്ങനത്തെ ഇഷ്ടമാണ്. ഓക്കെ, ഈ പെയിൻറ്റിംഗ് ഒക്കെയാണ് അകത്തുള്ളത്. അതിൻ്റെ ഹിസ്റ്ററിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്താ ക്ലോത്താണോ സംഭവം? ഇത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ ഇതൊക്കെ? ഇതിനകത്ത് ഇതൊക്കെ തന്നെ ഉള്ളൂ കാണാൻ. ഈ ഒരു ഇൻറ്റീരിയർ, ഈ ഒരു പെയിൻറ്റിങ്സ്, പഴയ കാലത്തെ കുറേ അതിൻ്റെ ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു പെയിൻറ്റിങ് ഹാളിൽ കാണാൻ. ഇതിൻ്റെ തന്നെ മ്യൂസിയമും കോളേജും എല്ലാം ഇങ്ങനെ സെക്ഷനായിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല ഇതെപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്ന്. പോയി നോക്കാം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ അപ്പം അങ്ങോട്ടേക്ക് പോകാം. ഇവിടുത്തെ ടോയ്ലറ്റ് ഇത് മറ്റേ മണിച്ചിത്ര താഴില്ലാത്ത അതുപോലൊക്കെ ഉണ്ട്. അതല്ല, പക്ഷേ അതുപോലെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. കൊള്ളാം അല്ലേ? സംഭവം ക്ലീനൊക്കെയാണ്, കൊള്ളാം, കുഴപ്പമില്ല. ഇതൊക്കെ തൊടാവോ? ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നെപ്പോലുള്ളവരൊക്കെ പിടിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എക്സ്ട്രാ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. പുള്ളി വന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും. നമുക്കൊന്നും അറിയണ്ട, നമ്മൾ ജസ്റ്റ് കാണുന്നു പോകുന്നു, അത്ര തന്നെ. ഒരു പഴയ ഈ പൊടിയൊക്കെ പിടിച്ച് കിടന്ന മുറിക്കകത്ത് കയറുന്ന വളരെ സ്മെല്ലില്ലേ? തുമ്മരുത്. ആ ഒരു സ്മെല്ലൊക്കെ അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ അടച്ച് കിടന്ന മുറിക്കകത്തൊക്കെ കയറുമ്പോൾ ഉള്ള ഒരു സ്മെല്ല്. നമ്മളങ്ങനെ ചാപ്പലിൻ്റെ ഏരിയയിലെത്തി. ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്റ്റെപ്സ് കയറിയിട്ട് വേണം മഴ പോകാനായിട്ട്. അതിന് സ്റ്റെപ്പൊന്നുമില്ല, കുറച്ചേള്ളൂ.
സോറി. ഇതാണ് കേട്ടോ ചാപ്പലിൻ്റെ അകം. ശരിക്കും ഒരു പള്ളി പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നേരെ ഒരു ഫുൾ സ്റ്റെയർ. ഞാൻ ഇതിനകത്ത് വന്നിട്ട് കുറച്ച് നേരം ഇരുന്നു, കുറേ നടന്നു, നല്ല ടയർഡായി. എൻ്റെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് നടപ്പൊന്നും പിന്നെ എന്താ പറയുക, ഒരു കുത്തരിയല്ല. പക്ഷെ എന്നാലും ഇന്ന് മഴയുണ്ടായിരുന്നു, ഇന്ന് നടന്നുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു. എൻ്റെ ഉത്തമയായ കൂട്ടുകാരി, അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവിടെ ആ മൂലയ്ക്കുണ്ട്, കാണാമെന്ന് എനിക്കറിയാൻ പാടില്ല, ആ താടി ഇരിപ്പുണ്ട്. ആ മനുഷ്യനെ എടുത്തു, സോറി ചേട്ടാ. അത് ഇതൊക്കെ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നടപ്പുണ്ട്. മിണ്ടാതിരിക്കാനാന്ന് തോന്നുന്നു എനിക്ക് ഇത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പം എനിക്കിനി നടക്കാൻ വയ്യ. അപ്പം ഞാനിനി ഇത് കുടിച്ച് വിടുന്ന റെസ്റ്റ് എടുക്കട്ടെ. ആ സമയമാകുമ്പോൾ അവൾ കറങ്ങി വരും. അവളിപ്പോഴും അലഞ്ഞിരിഞ്ഞാണ് പോകുന്നത്. എന്തോ ഗിഫ്റ്റ് മേടിക്കണം, ഏതാണ്ടൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞ് പോയതാണ്. ഞാൻ ഇവിടുന്ന് എടുത്ത കാണത്തില്ല, ലൈക്ക് ഏതാണ്ട് എനിക്ക് ഇടയ്ക്കല്ല. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാറുണ്ട്. ക്ഷീണമില്ലേ എന്നാൽ ഇത്ര നടന്നിട്ട് ഞാൻ അവിഞ്ഞു പോയിട്ട് വരട്ടെ. വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കറങ്ങി തിരിഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്ന സാധനമാണിത്. ഇതൊരു കമ്മലാണ്, ഒരു ചെറിയൊരു സ്റ്റഡ് കമ്മൽ പോലെ. 15 പൗണ്ട്. പിന്നെ ഇതിവിടുത്തെ നമ്മൾ കണ്ട ഒരു ഡ്രോയിങ്സ്, ഒരു പെയിൻറ്റിൻ്റെ പോലത്തെ ഫോട്ടോ. ഇതിനെന്തോ 1 പൗണ്ടേ ഉള്ളൂ. ഇത് നമുക്കിങ്ങനെ പോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ പോസ്റ്റ് അയക്കും, ഇവരുടെ സീലും സ്റ്റാമ്പും അതിനകത്ത് വരും. അപ്പം അതിനുള്ള പരിപാടിയാണ്. ഇനി ഇവിടുന്ന് പോസ്റ്റ് ഓഫീസ് അന്വേഷണം നടക്കണം. ഇത് രണ്ടുമാണ് നമ്മൾ കറങ്ങി നടന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. 2 സ്ഥലം. ഇപ്പൊ നല്ല വെതറായല്ലേ? സത്യം. നമ്മൾ വന്ന സമയത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല രസമായി. 5 മണി ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളുടെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഫുള്ള് നടന്നില്ല. പക്ഷെ സാരമില്ല, കർമ്മാടം നമ്മളെ ചതിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി. അങ്ങനെ വിഷമമുണ്ടോ? ഇല്ലെന്ന്. അപ്പം നമ്മളപ്പോൾ തിരിച്ചു പോവാണ്. നമുക്ക് അവിടെ കണ്ട വെള്ളം, അത് അതിൻ്റെ അപ്പുറത്തെത്തണം. അന്നേരം നമ്മൾ ബോട്ടൊന്നും എടുത്തില്ല. ഇതൊരു ടണലാണ്, അണ്ടർ വാട്ടർ ടണൽ. അപ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് അപ്പുറം കിടക്കാം. അപ്പം നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണോ? ഭൂമിയുടെ അടിയിലോ? എൻ്റെ അത്യാവശ്യം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒത്തിരി ആൾക്കാർ നടക്കുന്നുണ്ട്. ഓരോരുത്തർ സൈക്കിളൊക്കെ പിടിച്ച് കയറുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ നടന്ന് എത്താം കേട്ടോ. ഓ ശരിയാ, ഇനി അത് ഫ്ലാറ്റായി. ഇത്രയും നേരം സ്റ്റെപ്സ് ആയിരുന്നു. ഓ, ഞാൻ ഇത് ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചാൽ. ഇതാണ് ആ ടണൽ. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ്. നമ്മളുടെ മണ്ടയ്ക്ക് വെള്ളമാണ്. പക്ഷേ ഇതാരടാ, ഒത്തിരി ആൾക്കാരിങ്ങനെ ഈ കൊച്ചിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ വയ്യ. റൈഡറോ? എത്ര മിനിറ്റ് ഉണ്ട് നടക്കാൻ? 12 മിനിറ്റ് ഉണ്ട് നടക്കാൻ. എന്നാലും കുഴപ്പമില്ല. ഓരോരുത്തർ എക്സസൈസ് വരെ ചെന്നിട്ട് അടികൾ നോക്കിയാൽ. അപ്പോൾ ഇനി മെല്ലെ നമുക്ക് നടന്ന് അപ്പുറത്തെത്താം. അപ്പുറത്തെത്തിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എങ്ങോട്ടും പോകുന്നുണ്ടോ? ഇനി ടൈം ആയില്ലേ?
അപ്പം നമ്മൾ ഇന്നത്തെ എന്നാ അതിൻ്റെ ഡോറയുടെ ഇന്നത്തെ പ്രയാണം കഴിഞ്ഞു. ഏകദേശം 5-5:30 ആയി. അപ്പോൾ ഇനി ഇവിടെ ഒന്നുമില്ല, എല്ലാം 5-5:30 ആകുമ്പോഴത്തേക്കിനും ഇവിടെ ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ ടണലിൽ കടന്ന് ഇപ്പുറത്തെത്തി. അയ്യ തീർന്നു എൻ്റെ അമ്മേ. എത്തി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അയ്യ എങ്ങനെയുണ്ട് നടന്നിട്ട്? ഉണ്ട് എല്ല് വേദന എടുക്കുന്നോ എന്തോ? ഒയ്യേ നമുക്കിനി കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ, ടയർഡായി. ഇരുന്നിട്ട് നമുക്ക് മെല്ലെ ആടിപ്പാടി പോവാം. ഇതാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. ഇത് 2 പാർട്ടാണ്. ഇതൊരു പാർട്ട്, ഇതൊന്ന്. ഇതിൽ ഒരു സെക്ഷൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ ടൈമിംഗ് ഉണ്ട് 5 മണി വരെ. ഫൈനലി നമ്മൾ തിരിച്ചെത്തി. നമ്മൾ തിരിച്ചിപ്പോൾ ഈസ്റ്റാം എത്തി. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ ബൈ. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കണം. അപ്പം അടുത്തതിൽ കാണാം. ബൈ ബൈ.